ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കിച്ചണിക്ക് പുതിയ ഒരു ഗ്യാസ് സ്റ്റൗവും കുക്കറും അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അൺബോക്സ് ചെയ്യുന്നതും നമ്മൾ അതിനുശേഷം അത് ഉണ്ടാക്കുന്ന കുമ്പളങ്ങ തേങ്ങ അരച്ച കറി അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഗ്യാസ്, കുക്കർ പുതിയത് അപ്പോൾ ഏതായാലും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുക്കർ, ഗ്യാസ്. അപ്പോൾ ഇനി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഇത് തുറക്കാം. അപ്പോൾ ഏതായാലും അടുക്കളയിൽ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ പുതിയ അടുക്കളയ്ക്കുള്ള പുതിയ കുക്കർ, ഗ്യാസ് സ്റ്റൗവ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം കുക്കർ തുറക്കാം. അപ്പം ഇനി കുക്കർ ഏതായാലും ഇങ്ങനെ ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് തുറന്ന് എല്ലാം നോക്കുക. ഇതിൻ്റെ അടപ്പും കാര്യങ്ങളും ഇതിൻ്റെ പേപ്പർ കണ്ടോ? കുക്കറൊക്കെ എങ്ങനെയുണ്ട്? കുക്കർ ഇതാണ് നമ്മളെ കുക്കർ. നല്ല കാണാനൊക്കെ നല്ല അതിൻ്റെ ഷേപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഉള്ളിൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ എടുത്ത് വെച്ച് ഇതാണ് നമ്മളെ കുക്കർ. ഇപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിൻ്റെ അടപ്പ് അപ്പോൾ അതിന്നൊക്കെ ഒന്ന് എടുത്ത് നമുക്കിതാ ഇതൊക്കെ ഒന്നുണ്ട് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ അത് ശരിയായി. ഇപ്പോൾ അടപ്പും ശരിയായി. ഇത് വേണ്ട ഇങ്ങനെ ഇതാണ് കുക്കർ. നോക്കി എങ്ങനെയുണ്ട് കുക്കർ? എങ്ങനെയുണ്ട്? നല്ല കുക്കർ അല്ലേ? അപ്പോൾ കുക്കർ നമുക്കണ്ട് മാറ്റി കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഒന്ന് തുറന്ന് നോക്കാം. ഇത് 5 വർഷം വാറണ്ടി ഉള്ള കുക്കർ. അപ്പം നമ്മൾ വാറണ്ടി 5 വർഷം ഗ്ലാസിനും ബർണറിനും, 3 വർഷം പ്രോഡക്റ്റിന് വാറണ്ടി. അപ്പോൾ ഇനി ഇതിലുള്ള ആ സൈഡത്തെ തെർമോക്കോളിൻ്റെയൊക്കെ പുറത്തേക്ക് എടുത്ത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഇനി ഇതിനകത്ത് നിന്ന് എടുക്കണം. നമ്മളെ സ്റ്റവ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നല്ല കവറിങ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ പെട്ടി നമുക്ക് ആ പെട്ടി അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പാത്രം വയ്ക്കുന്നതുണ്ട്. ഇനി ഇതിവിടെ വയ്ക്കാം. നമുക്ക് പെട്ടി മാറ്റി ഇവിടെ വയ്ക്കാം. അത് കഴിഞ്ഞ് ഇനി ഈ കവറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ സ്റ്റൗവൊക്കെ നോക്കാം. നമുക്കൊന്ന് കാണാനും നല്ലൊരു ഷേപ്പ് ഉണ്ട്. മാത്രമല്ല അധികം സ്ഥലം വേണ്ട, സ്ലിമ്മാണ്. അത്യാവശ്യം സ്ലിം തന്നെയാണ്. കണ്ടോ, കാഴ്ചയൊക്കെ നല്ല ബട്ടണും എല്ലാം നല്ല വൃത്തിയുള്ളതാണ്. സ്വിച്ചൊക്കെ വളരെ നല്ലതാണ്. അടുപ്പ് അടുപ്പേ മുകളിൽ വെക്കണതേ
ഇനി ഇത് ഉള്ളിൽ നമ്മളിത് പാത്രം വയ്ക്കുന്നത്, ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി അതൊന്ന് ഇവിടെ 2 അടുപ്പിലായിട്ട് നമുക്കത് കുടുക്കി വെക്കണം. ഇപ്പോൾ എടുത്ത ശേഷം ഇനി നേരെ നമുക്ക് ഇവിടെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ ആ ലെഫ്റ്റ് ഇവിടെ വെക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് റൈറ്റുള്ള അതും ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് രണ്ടും ഫിറ്റ് ചെയ്ത് കുമ്പളങ്ങ നുറുക്കി അതാണ് ഇപ്പം നമ്മൾ ഈ കുക്കറിൽ, നമ്മൾ പുതിയ കുക്കറിൽ വെക്കുന്നത്. അതിനുള്ള കുമ്പളങ്ങയൊക്കെ തോലെത്തി വൃത്തിയാക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കുമ്പളങ്ങ നുറുക്കുക. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ചേന എടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയാണ് ഇടുന്നത്. പുളിയൊക്കെ പിഴിഞ്ഞിട്ട് പുളിങ്കറിയാണ്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇടുകയാണ്. പിന്നെ പരിപ്പ്, ഉപ്പ്, അത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കുക. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുക്കറാണ്, ഒരു ചെമ്പിൻ്റെയൊക്കെ പോലത്തെ. നമ്മൾ ഗ്യാസ് ഉദ്ഘാടനം കഴിക്കണം. ഇത് കാണിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പുത്തൻ കുക്കർ കറക്റ്റ്. പുതിയ ഗ്യാസ്, പുതിയ കുക്കർ ഉദ്ഘാടനം. ഇനി നമുക്ക് ഇനി കിച്ചണിൻ്റെ ഇവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് അതൊന്ന് വൃത്തിയാക്കാണ്ട്. ഇപ്പോൾ വിസിൽ വന്ന് 3 വിസിൽ കഴിഞ്ഞ ശേഷമാണിത്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട പൊടികളും ഒക്കെ ചേർക്കണം. തക്കാളി അരിഞ്ഞത് ഈ സമയത്താണ് ഇടുന്നത്. പിന്നെ പുളി പിഴിഞ്ഞ് പാരുന്നുണ്ട്. മറ്റേ തക്കാളി ആദ്യം ഇട്ടാൽ പിന്നെ വെന്തുണ്ട് ഉടയും അത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ പാകത്തിന്. പിന്നെ അതൊന്ന് കത്തിച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. അതെല്ലാം കൂടി ഒന്ന് ചേരണം. വീണ്ടും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അരവ് ജീരകം കൂട്ടി അരച്ചതാണ്, അതും പാർന്നു. അരമുറിൻ്റെ അടുത്ത് തേങ്ങ, കറിവേപ്പിലിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മത്തൻ കൊണ്ടൊരു ഓലുണ്ട്, അതിവിടെ നുറുക്കി റെഡിയാക്കണം അമ്മ. ഇത് പച്ചപ്പയറും പച്ചമുളകും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഓല ഉപ്പൊക്കെ ഇട്ട് വെള്ളവും പാർന്ന് പാകത്തിന് വെള്ളമേ ഉള്ളൂ. അത് വെന്ത് വരുന്നുണ്ട്. വറവ്, നമ്മൾ കറിക്ക് വറവ് ഇട്ടു. രണ്ടും ഒപ്പം തന്നെ വെച്ച് ചെയ്യാണ്. ഓലിനും കൂടെ റെഡിയായി. ഇനി നമുക്ക് അത് കഴിക്കാം.
ചേനക്കെല്ലാം മുന്തില്ലേ? ചേന, തക്കാളി, തേങ്ങ അരച്ച പുളിങ്കറി, മത്തനും പച്ചക്കറി ഓലൻ, പപ്പടം മാച്ചിട്ട്, തൈര്, ഇത്തരം കോമ്പിനേഷനാണ്. ഒരു സാധാ ഊണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.